നമസ്കരിച്ച ചെറുപ്പക്കാരാ കാണാമടാ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പൊട്ടിക്കരയുമ്പോ അസ്റായീൽ ചോദിക്കുകയാ, എന്തിനാ നീ കരയുന്നത്, എന്തിനാ നീ പേടിക്കുന്നത്, എന്തിനാ കടന്ന് വിളിച്ചു പോവുന്നത്? മോനെ കാണണ്ട്, നിനക്ക് കിട്ടുന്ന പ്രതിഫലം കാണണ്ട്, നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം കാണണ്ട്. വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ, സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ. സക്കറാത്തിന്റെ അവസ്ഥയില് മരണത്തോട് മല്ലടിക്കുന്ന സമയം സ്വർഗം കാണാനുള്ള ഭാഗ്യവാ. റബ്ബേ, റസൂലുള്ള പറയുകയാണ്, ശൈത്താന് വല്ലാത്ത കോപമാ, ശൈത്താന് വല്ലാത്ത കോപമാ. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, ഒരു മുസ്ലിം മരിക്കുമ്പോ പടച്ചവരെ ശൈത്താന് വല്ലാത്ത ദേഷ്യവാ. അനുചരന്മാര് ചോദിക്കുന്നു, യാ സയ്യിദനാ, ഞങ്ങളുടെ നേതാവേ, എന്തേ ഇത്ര കോപമെന്ത്? അവിടെ നിന്ന് പറയുന്നു, ഇത്ര നാള് നിങ്ങൾ അവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചതിൽ കാര്യമില്ല, ഈ അവസാന സമയമുണ്ടല്ലോ, അവനെ ഒന്ന് പിടപ്പിക്കാൻ കഴിയുമോ? ഇനി അവസരമില്ല, ഇനി അവസരമില്ല, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പിടപ്പിക്കാൻ കഴിയുമോ? അല്ലാഹുവേ, ലഅനത്താക്കപ്പെട്ടവൻ ഇറങ്ങി വരികയാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില്, മരിച്ചുപോയ വാപ്പയുടെ രൂപത്തില്, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തില്, കയ്യിൽ വെള്ളവും പിടിച്ചിട്ട് ഇടത് സൈഡിൽ അടുത്ത് വന്ന് നിന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, പൊന്നുമോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയല്ലേ മോനെ, പറഞ്ഞാ നീ നഷ്ടപാളിയാ. എടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, നിന്റെ വാപ്പയാ പറയുന്നത്, നിന്റെ ഉമ്മയാ പറയുന്നത്, കുടിക്കാ വെള്ളം തരാമടാ എന്ന് പറഞ്ഞുകൊണ്ട് ശപിക്കപ്പെട്ടവൻ നമ്മളെ ചതിക്കാൻ നോക്കുമ്പോ റസൂലുള്ളയോട് അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, 5 നേരം നിസ്കരിച്ച എന്റെ ആത്മാർത്ഥ സുഹൃത്തുണ്ടല്ലോ, എന്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവൻ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അവന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചൂരുന്നതിന് മുമ്പ് അസ്റായീൽ പറഞ്ഞു തരും, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായീൽ പറഞ്ഞു തരും, ചെറുപ്പക്കാരാ, അസ്റായീൽ പറഞ്ഞു തരും, ഒന്ന് പറയടാ പൊന്നുമോരെ, പറയടാ പൊന്നുമോരെ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ. മോനെ, ഞാൻ ആരെന്നറിയുവോ? നിന്റെ ആത്മാർത്ഥ സുഹൃത്താടാ, ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാണടാ. ഒന്ന് പറ മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ അസ്റായീൽ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ ആരും പറഞ്ഞു തരാൻ വേണ്ട, ഒന്നീ നിനക്ക് അസ്റായീൽ പറഞ്ഞു തരും, അല്ലെങ്കിൽ അസ്റായീലിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ട് മരിക്കാൻ പറ്റും. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട. നല്ലൊരു കൂട്ടുകാരനാ, കൂടിക്കോ, അസ്റായീലിന്റെ കൂടെ കൂടിക്കോ, നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറാനുള്ള വഴിയാ. അല്ലാഹു നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെയല്ല, നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെയല്ല. നിസ്കരിച്ചാൽ നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അർശ് ഹൃദയത്തിനകത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന അടിമയുടെ രണ്ടാമത്തെ അടയാളം അവന് മരണത്തെ ഇഷ്ടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാർ. നിർത്താറായോ? ഇടയ്ക്ക് ഇവിടെ എന്തോ തിന്നാൻ എന്തോ കൊടുത്ത്, എന്താ കൊടുക്കണുണ്ട്? എന്താ കൊടുത്തേ? വാത് കേൾക്കാൻ വന്നവർക്ക് ബിസ്ക്കറ്റ് എല്ലാം ഉണ്ട്, വാത് പറയണവന് പച്ചവെള്ളം പോലും ഇല്ല. അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാര. ബിസ്ക്കറ്റൊക്കെ തിന്ന്, കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്വർഗത്തിൽ പോയി തിന്നോളാം. സ്വർഗത്തിൽ ആദ്യമായിട്ട് തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം ഏതാ? സ്വർഗത്തിൽ ആദ്യമായിട്ട് തിന്നാൻ കൊടുക്കണ ഭക്ഷണം അറിയോ?
അറിയോ? നല്ല മീനിൻ്റെ കരള അള്ളാഹു തിന്നാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ബിസ്ക്കറ്റ് തിന്നോ, ഞാൻ അവിടെ പോയി മീനിൻ്റെ കരൾ തിന്നോളാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അരമണിക്കൂറും കൂടെ ഇരുന്നോ, 11 മണി ഇൻഷാ അല്ലാഹ്. അരമണിക്കൂർ കൂടെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ അടയാളം വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് നിർത്താം. മൂന്നാമത്തെ അടയാളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അർശ് ഹൃദയത്തിനകത്തുള്ള അടിമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അള്ളാഹുവിനെ കണ്ടുമുട്ടലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം, എനിക്ക് അള്ളാഹിനെ കാണണം, വേറൊന്നുമില്ല. മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗത്തൊന്നും ഇല്ല. ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം അള്ളാഹുവിനെ കണ്ടുമുട്ടലായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ നോക്കിയാൽ അള്ളാഹിനോട് ദുആ ചെയ്യും, പടച്ചോനെ നിന്റെ ലിഖാഹ് കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അള്ളാഹ് നിന്നെ കാണണമെന്ന് വല്ലാത്ത മോഹമുണ്ട്, അല്ലാഹ് ഭാഗ്യം തരണേ എന്ന് ദുആ ചെയ്യണം. അവന്റെ ഒരു മുസ്ലിമിന്റെ അള്ളാഹുവിന്റെ അർശ് ഹൃദയത്തിനകത്തുള്ള അടിമ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ പടച്ചവനെ, ഈ സദസ്സിൽ ഇരുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവെ നിന്റെ പരിശുദ്ധമായ കഅബ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഭാഗ്യം നൽകണേ റഹ്മാനെ, ഭാഗ്യം നൽകണേ റഹ്മാനെ. എല്ലാവർക്കും ഒന്നും പറ്റൂല പോകാൻ. ഉംറയ്ക്ക് പോകാൻ എല്ലാരെ കൊണ്ടും പറ്റും, ഹജ്ജിന് പോകണമെങ്കിൽ എല്ലാരെ കൊണ്ടും പറ്റൂല. ഹജ്ജിന് പോകണമെങ്കിൽ എല്ലാരെ കൊണ്ടും പറ്റൂല. 27-ാം രാവിന്റെ അന്ന് ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രി തനസ്സലുൽ മലായിക, തനസ്സലുൽ മലായിക. എൻ്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂജഹലിന്റെ മകൻ അല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, തനസ്സലുൽ മലായിക. അതിന്റെ തഫ്സീർ എടുത്ത് നോക്കുമ്പോൾ കാണാം 27-ാം ലൈലത്തുൽ ഖദറിന്റെ രാത്രി, ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഈ വർഷം അല്ലാഹുവിന്റെ കഅബയിലേക്ക് എത്തേണ്ടവരുടെ പേര് ആ മലക്കുകൾ എഴുതിയെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഭവനത്തിൽ പോകേണ്ടവരുടെ പേര് ലൈലത്തുൽ ഖദറിന്റെ രാത്രി എഴുതിയെടുത്തിട്ടുണ്ട്. അള്ളാഹു ആ പേരിൽ നമ്മുടെ പേരൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷം ഹജ്ജിന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളൊക്കെ സഹായിക്കണം. അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ വേണ്ട, ഇങ്ങനെ സഹായിച്ചാൽ മതി. ആരും പൈസ ഒന്നും തന്ന് സഹായിക്കണ്ട, ദുആ ചെയ്ത് സഹായിച്ചാൽ മതി. അള്ളാഹു നമ്മളെയൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു അവിടെ എത്തിക്കുമാറാകട്ടെ. ചിലരോട് ഹജ്ജിന് ഉംറയ്ക്ക് ചോദ്യം, അല്ല പൈസയൊക്കെ ഉണ്ട്, ഉസ്താദന്മാര് ചോദിക്കും, ഹജ്ജിനൊന്ന് പോകണ്ടേ, ഉംറയ്ക്കൊന്ന് പോകണ്ടേ? ആദ്യം പറയണ മറുപടി എന്തെന്ന് നോക്കണം, നമ്മൾ ചോദിക്കണം. ആരോടെങ്കിലൊക്കെ ചോദിക്കണം, ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ചിലർ ആദ്യം പറയണ മറുപടി, ബാധ്യതകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തീർത്തിട്ട് പോകാം. എന്താ പറയണ മറുപടി? പൈസ ഒക്കെ ഉള്ളവർ, കയ്യിലുള്ളവർ ആദ്യം ചോദിക്കുമ്പോ പറയണ മറുപടി, പടച്ചോനെ ഇത്തിരി ബാധ്യതകളൊക്കെ ഉണ്ട് ഉസ്താദ്, അതൊക്കെ തീർത്തിട്ട് പോകാന്ന്. പടച്ചോനെ ഖിയാമത്ത് നാളായാലും ഓമക്കത്തെത്തൂല. കാരണം അവൻ ഖിയാമത്ത് നാളായാലും എത്തും. കാരണം എന്താ? അവൻ ആഗ്രഹമില്ല. എന്നാ വാടക വീട്ടിലാ കഴിയുന്നേ. ഒരു പാവപ്പെട്ട വാപ്പയോട് ചോദിക്കണോ, വാപ്പ മക്കത്ത് പോണ്ടേ? പോണ ഉസ്താദെ, വാടക കൊടുക്കാൻ പൈസ ഇല്ല പാവപ്പെട്ടൻ്റെ കയ്യിൽ. ഒരു മാസത്തെ വാടക കൊടുക്കാൻ പൈസയില്ല. ആ മനുഷ്യനോട് മക്കയിൽ പോകണ്ടേ എന്ന് ചോദിച്ചാൽ ഉടനെ പറയണ മറുപടി, ഉസ്താദെ ആഗ്രഹമുണ്ട് ഉസ്താദെ, ആഗ്രഹം വേണ്ടത്. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കുമാറാകട്ടെ. പരിശുദ്ധമായ കഅബയിൽ പോകാൻ പൈസ മുടക്കാൻ എല്ലാവർക്കും വലിയ മടിയാ. മക്കത്ത് പോകണം, മദീനത്ത് പോകണം എന്ന് പറയുമ്പോ പൈസയെ മനുഷ്യ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ മക്കയിൽ പോകാൻ പറയുന്നല്ലോ, പോയാൽ എന്ത് കിട്ടും പടച്ചവനെ? നീ കഅബയിൽ പോകണം, പരിശുദ്ധമായ കഅബയിൽ പോകണമെന്ന് നീ പറയുന്നല്ലോ, പോയാൽ എന്ത് കിട്ടും? 3 പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കത്ത് പോയാൽ കിട്ടുന്ന 3 പ്രതിഫലം: ഒന്ന് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും, ഉമ്മ പ്രസവിച്ചതുപോലെ ആക്കി കൊടുക്കും. 2 മക്കത്ത് പോയവർക്കൊക്കെ അറിയാം, എത്ര സുഖമില്ലാത്ത മനുഷ്യനും അവിടെ ചെന്നാ അവൻ ആരോഗ്യം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
ഇവിടെ ഇങ്ങനെ ഞാനിപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം, ഉംറയ്ക്കൊക്കെ പോകുന്നവർക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും രോഗം പിടിച്ചവനായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ഉഷാറ് കളവന്മാരൊക്കെ ചാടി ഓടി നടക്കുന്ന കാണാം. ഞാനിപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോൾ ജബലിനൂറിന്റെ മുകളിൽ കയറാൻ വേണ്ടി പടച്ചനെ പർവ്വതത്തിന്റെ മുകളിൽ ഖുർആൻ ഇറങ്ങിയ പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ വേണ്ടി നോക്കുമ്പോൾ ഒരുപാട് പ്രായമുള്ളവരുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു ഉമ്മാമ്മമാരൊക്കെ കയറി പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ ആംബുലൻസ് വിളിച്ചിടണം, ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉസ്താദ് ഇല്ല, ഞങ്ങൾ കയറും. അല്ലാഹു പടച്ചനെ എല്ലാ എണ്ണം കയറി. ഞാനാണെങ്കിൽ ഏറ്റവും ചെറുപ്പം ഞാനാ തോന്നുന്നു. ഞാനിങ്ങനെ 3/4% എത്തിയപ്പോൾ ഒരു ഉമ്മാമ്മ മോളിൽ പോയിട്ട് ഇറങ്ങി വരിക. തിരൂര് കൂട്ടായിലുള്ളൊരു ഉമ്മയാ. അല്ലാഹു പടച്ചനെ ഇവരതിന്റെ മോളിൽ പോയിട്ട് ഇറങ്ങി വരുന്നത്. ഞാൻ 3/4 ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമ്മ എന്താ നിങ്ങൾ തിരിച്ചു വരണേ? ഞാൻ കയറി ഉസ്താദ്, ഞാൻ കയറി. ഉസ്താദ് ഇവിടെ എത്തിയതേ ഉള്ളൂ. എന്തൊരണപ്പാണക്കണേ എന്നോട് ചോദിക്കുക, എന്തൊരണപ്പാണക്കണത്? എന്തോ ഉസ്താദ്, ചെറുപ്പക്കാരല്ലേ നിങ്ങള്? അല്ലാഹു, ഈ ഉമ്മ പഴങ്കഞ്ഞി കുടിച്ചതിന്റെ ബലം കാണിച്ചിട്ട് ഒരു മോളിൽ കയറിയിട്ട് ഇറങ്ങി വരാ. ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുത്തു, അവിടെ ചെന്നാൽ ഏത് രോഗിക്കും അല്ലാഹു ആഫിയത്ത് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ കഅബാലയത്തിൽ പോകാൻ വേണ്ടി ചിലവഴിക്കുന്ന പൈസ നിനക്കൊരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുടക്കി എന്ന് പറഞ്ഞിട്ട് നീ ഇവനെ പേടിക്കണ്ട. അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോകാൻ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ നീ പേടിക്കണ്ട. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരുത്തന്റെ മുന്നിലും കൈനീട്ടേണ്ട ഗതി അള്ളാഹു നിനക്ക് തരില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം അള്ളാഹുവിനെ കണ്ടുമുട്ടലാകണം, പടച്ച റബ്ബിന്റെ ലിഖാകണം. നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നാളെ പടച്ചവനെ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടിട്ട് അല്ലാഹുവിന്റെ ലിഖാ കണ്ടിട്ട് ചിരിക്കുന്ന മുഖത്തോടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടണ്ടേ. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ നമ്മുടെ കണ്ണുകൊണ്ട് റബ്ബിനെ കാണണ്ടേ. അല്ലാഹനെ കാണാൻ ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും പടച്ച റബ്ബിനെ കാണാൻ ആഗ്രഹമുണ്ടോ? എന്റെ പടച്ച അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആർക്കെങ്കിലും പടച്ചവനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ 2 കാര്യം ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താ അവൻ അല്ലാഹുവിന്റെ ലിഖാ കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1 ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത മഹത്വ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നീ പാവപ്പെട്ടവരെ സഹായിച്ചാൽ, യതീമിങ്ങളെ സഹായിച്ചാൽ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവന് നീ ഒരു പൈസ ഭക്ഷണം വാങ്ങിക്കൊടുത്താ നിനക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലമാണ്. എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ടവരെ സഹായിക്കുക. നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നിസ്കാരം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നിസ്കാരം. അതിനേക്കാളും വേറൊരു കാര്യമില്ല. ആ നിസ്കരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പള്ളിയിലെ ഖത്തീബിനോടായി ഹദീസ് പറയണ്ടേ, പള്ളിയിലെ ഉസ്താദന്മാരോടായി ഹദീസ് പറയണ്ടേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുആദ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുമ്പോൾ വലിയ വലിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കത്തുള്ളൂ. ചില ഉസ്താദന്മാർ അങ്ങനെ വലിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കാറുള്ളൂ. മുആദ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുമ്പോൾ വലിയ സൂറത്ത് ഓതിയിട്ടാണ് നിസ്കരിക്കാറ്. എല്ലാവരും വന്നിട്ട് പരാതി പറഞ്ഞ്, നബിയെ പുറകിൽ നിന്ന് വല്ലാത്ത ബുദ്ധിമുട്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹാബി വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ ഫിത്നയും ഫസാദ് ഉണ്ടാക്കണം? നീ എന്തേ ഫിത്ന ഉണ്ടാക്കണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ നിസ്കരിക്കുന്ന സമയത്ത് നീ ചെറിയ സൂറത്തെ ഓതാവൂ. നിന്റെ പുറകിൽ നിൽക്കുന്നവരിൽ രോഗികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, പല പല ആവശ്യത്തിന് പോകേണ്ടവരുണ്ട്. അതുകൊണ്ട് നീ പെട്ടെന്ന് നിസ്കരിക്കണേ, നിന്റെ പുറകിൽ നിൽക്കുന്നവരെ നീ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിസ്കാരം. ആ നിസ്കരിക്കുന്ന സമയത്ത് പോലും പുറകെ നിൽക്കുന്നവനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വലിയ സൂറത്ത് ഓതിയിട്ട് ഇപ്പൊ ചോദിക്കുമല്ലോ, ഉസ്താദേ തറാവിയൊക്കെ കഴിഞ്ഞല്ലോ, റമളാനാണല്ലോ, തറാവിയൊക്കെ കഴിഞ്ഞു, അളിയ ഏത് പള്ളിയിലാടാ? അവിടെ വല്ലുഹ മുതല, അവിടെ വല്ലുഹ മുതല ഓടാ.
ഉസ്താദിന് വല്ലുഹ മാത്രമല്ല ഓതാൻ അറിയണേ. എന്തേ വല്ലുഹ മുതൽ താഴോട്ട് ഓടുന്നത്? ഉസ്താദിന് ബക്കറ ഓതാൻ അറിയാഞ്ഞിട്ടല്ല, ഏറ്റവും എളുപ്പം തീരുന്ന വള്ളിയിലാണ് നമ്മളൊക്കെ ഓടുന്നേ അല്ലേ? എന്റെ പൊന്നു മോനെ, പുറകിൽ നിൽക്കുന്നവനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാ. തന്റെ പുറകിൽ നിൽക്കുന്നവര് രോഗികളുണ്ട്, പല പല ആവശ്യത്തിന് പോകേണ്ടവരുണ്ട്, പള്ളി കണ്ട് ചാടി കയറി നിസ്കാരം കഴിഞ്ഞിട്ട് പോകേണ്ടവരുണ്ട്. നീ ബുദ്ധിമുട്ടിക്കല്ലേ, ആ സമയത്ത് പോലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്ക്, എന്തെങ്കിലും ഒരു ഇബാദത്തിൽ ഹജ്ജിന് പോയി ഉംറയ്ക്ക് പോയി ഒരു തെറ്റ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പ് പിടിച്ചു നമ്മളൊക്കെ. ഒരു മനുഷ്യൻ നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? പാവപ്പെട്ടവർക്ക് 2.75-3 കിലോ അരി വാങ്ങി കൊടുക്കാനാ പറഞ്ഞേ. പാവത്തിനെ സഹായിക്കുന്ന പറഞ്ഞേ. ഹജ്ജിന് പോയി ഒരു തെറ്റുപറ്റി, ഉംറയ്ക്ക് പോയി ഒരു തെറ്റുപറ്റി, എന്തേ ചെയ്യാൻ പറഞ്ഞത്? പാവങ്ങൾക്ക് നീ ഭക്ഷണം വാങ്ങി കൊടുക്ക്, നീ മൃഗത്തെ വാങ്ങിച്ച് അറുത്തു കൊടുക്ക്. എടാ, സത്യം ചെയ്തിട്ട് ലംഘിച്ചു, അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്തിട്ട് ലംഘിച്ചു, നിന്നോട് എന്തേ അല്ല പറഞ്ഞത്? 60 പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി അത് തന്നെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം നബിക്ക് ഖലീലുല്ലാ എന്ന് പേരുണ്ട്. പേരിട്ടാനുള്ള കാരണം എന്താ? ഖലീലുള്ള എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താ? ഇബ്രാഹിം നബി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്തു നോക്ക്. എപ്പ ഭക്ഷണം കഴിച്ചാലും ഒരു പാവപ്പെട്ടവനെ കൂടെ ഇരുത്തിയിട്ട് കഴിക്കൂ. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം എടുത്തു വെച്ചു, ആരെയും കിട്ടിയില്ല കൂടെ ഇരുത്താൻ. ഒരു പാവപ്പെട്ടവനെ കിട്ടിയില്ല. വിളമ്പി വെച്ച ഭക്ഷണം എടുത്ത് വെച്ചിട്ട് ഇബ്രാഹിം നബി ഇറങ്ങി നടന്നു. അത്രയും മൈലുകളോളം, കിലോമീറ്ററുകളോളം നടന്നു ഒരു പാവപ്പെട്ടവനെ തേടിയിട്ട് ഒരു നേരം ആഹാരം കൊടുക്കാൻ. എത്രയോ കിലോമീറ്ററുകൾ നടന്നിട്ട് ആരെയും കിട്ടിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ടാ വന്നത്. കരഞ്ഞുകൊണ്ടാ തിരിച്ചു വന്നേ. ആരെയും കിട്ടാതെ വന്നപ്പോ കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ വീടിനകത്തൊരാളിരിക്ക. അല്ലാഹു ഇബ്രാഹിം നബി ചോദിച്ചു, നീ ആരാ? നീ ആരാ? എന്റെ അനുവാദം ഇല്ലാതെ നീ ഇതിനകത്ത് കയറിയല്ലോ, ആരാ നിനക്ക് അനുവാദം തന്നത്? അവിടെ നിന്ന് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, ഇബ്രാഹിം നബിയെ, ഈ വീടിന്റെ യഥാർത്ഥ ഉടമ എന്നെയും നിങ്ങളെയും പടച്ച അല്ല എനിക്ക് കയറാൻ അനുവാദം തന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി ചോദിച്ചു, നീ ആരാ? ഞാൻ മലക്കാ നബിയെ, ഞാൻ മലക്കാ നബിയെ. എന്തിനാ വന്നത്? അള്ളാഹു എന്നോട് പറഞ്ഞു, ഈ ലോകത്ത് അള്ളാഹുവിനൊരു ഖലീലുണ്ട്, ആ മനുഷ്യനോട് പറയാൻ വിട്ടതാ. അള്ളാഹുവിനൊരു ഖലീലുണ്ട്, ആ ഖലീലിനോട് പറയാൻ വേണ്ടി പടച്ച റബ്ബെന്നെ പറഞ്ഞു വിട്ടതാ. ഇബ്രാഹിം നബി ചോദിച്ചു, ആരാ ആ മനുഷ്യൻ? ഒന്ന് പറഞ്ഞു തരുവോ? ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ ആ മനുഷ്യനുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ഖലീലിന്റെ കൂടെ ഞാൻ ചിലവഴിക്കാൻ തയ്യാറാ. ആരെന്ന് ചോദിച്ചപ്പോ മലക്ക് പറഞ്ഞു കൊടുത്തു, നബിയെ, നിങ്ങളാ അള്ളാഹുവിന്റെ ഖലീൽ, നിങ്ങളാ. നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം, ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. എപ്പ ഭക്ഷണം കഴിച്ചാലും ഒരു പാവപ്പെട്ടവൻ നിങ്ങളുടെ കൂടെയുണ്ടാകും. കിട്ടാതെ വന്നപ്പോ കിലോമീറ്ററുകൾ നടന്നിട്ട് കരഞ്ഞുകൊണ്ട് വന്നില്ലേ നബിയെ? അതുകൊണ്ടാണ് നിങ്ങളാണ് അതിന് യോഗ്യൻ, നിങ്ങളാണ് അള്ളാഹുവിന്റെ ഖലീൽ എന്ന് മലക്ക് പറഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു ഇബ്രാഹിം നബി. മഹാനായ മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോട് ഇപ്പം വല്ലാത്ത വിഷയങ്ങളൊക്കെ നടക്കുന്ന കാലവാ. മൃഗസ്നേഹികൾ കടന്ന് നെട്ടോട്ടോടുന്ന കാലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിക്ക് സഫിയുള്ള എന്ന ആദം നബിയുടെ പേരാ സഫിയുള്ള. മൂസാ നബിക്കും സഫിയുള്ള എന്നൊരു പേരുണ്ടായിരുന്നു. കാരണം എന്തേ? ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ ആട് മേച്ചുകൊണ്ടിരുന്നപ്പോ ഒരു മൊടന്തൻ ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നത്രേ. നടക്കാൻ കഴിയാത്ത ഒരു മുടന്തുള്ള ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നത്രേ. ശുഐബ് നബിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഈ മുടന്തുള്ള ആട്ടിൻകുട്ടി ഒറ്റപ്പെട്ടു പോയി. പടച്ചവനെ, മൂസാ നബി വീട്ടിൽ പോയി നോക്കുമ്പോ ആട്ടിൻകുട്ടിയെ കാണുന്നില്ല. തെരഞ്ഞു നടക്കാ, കാലിന് മുടന്തുള്ള ആട്ടിൻകുട്ടിയെ തെരഞ്ഞു നടന്നു. അവസാനം മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു. കരയുന്ന ആട്ടിൻകുട്ടിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് മഹാനായ മൂസാ നബി പറഞ്ഞു കൊടുത്തത്രേ, നീ കരയണ്ട, നിന്നെ അവിടെ എത്തിക്കാമെന്ന് മൂസാ നബി പറഞ്ഞു. ആ മൃഗത്തിനോട് സ്നേഹം കാണിച്ചതിന്റെ പേരിൽ അല്ലാഹു മൂസാ നബിയെ സഫിയുള്ള എന്ന് വിളിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരു ആട്ടിൻകുട്ടിയോട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൃഗങ്ങളോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്ന മതം ഇസ്ലാം മതമല്ലാതെ വേറൊരു മതം ഈ ലോകത്തില്ല. തെളിയിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. എന്തേ? റസൂലുള്ളാഹി പറഞ്ഞു, അറുക്കണ സമയത്ത് നീ അതിന് വെള്ളം കൊടുക്കണം, നീ കത്തിക്ക് മൂർച്ച കൂട്ടണം. മറ്റൊന്നിന്റെ മുന്നിലിട്ട് അറുക്കല്ലേ, അതിന്റെ മുന്നിൽ വെച്ച് നീ കത്തിക്ക് മൂർച്ച കൂട്ടരുത്. അവന്റെ കൈകാലുകൾ കെട്ടിക്കെട്ട് അറുക്കണേ. വേദന അറിയാതിരിക്കാൻ നീ ബിസ്മി പറഞ്ഞിട്ട് അറുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഏതാ മനുഷ്യന്മാരെ? ഇതിനേക്കാളും മൃഗങ്ങളോട് കരുണ കാണിക്കാൻ കൂടം വെച്ച് തല്ലുന്നവരാ ഇപ്പൊ ഇവിടെ വലന്ന് നടക്കണേ. കൂടം വെച്ചിട്ട തല്ലണ കോഴിയെ പിടിച്ച് കഴരിക്കണ മഹാന്മാരൊക്കെയാ ഇപ്പൊ സ്നേഹത്തിന്റെ കാര്യം പറയുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ പോത്തിനെ നിരോധിച്ചോ, കാളയെ നിരോധിച്ചോ, പശുവിനെ നിരോധിച്ചോ ഒന്നുമില്ല, മൊത്തവും നിരോധിക്കട്ടെ, ഒരു സന്തോഷമുള്ളൂ. എല്ലാത്തിനെയും നിരോധിക്കട്ടെ, എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നടക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാ, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇതിനൊന്നും പ്രതിഷേധിക്കാനോ ഇതിനൊന്നും പറയാനൊന്നും നമ്മൾ നടക്കണ്ട. എന്താ പറയാ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമടപ്പിക്കാൻ അള്ളാഹ്നറിയാം, അത് റബ്ബ് നോക്കിക്കോളും. അള്ളാഹു ഹലാലാക്കിയ കാര്യത്തെ നമ്മൾ ഹറാമാക്കുക, നമ്മളൊക്കെ ഹറാമാക്കാൻ നിന്ന മോളിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇപ്പൊ മനുഷ്യന്മാരെയൊക്കെ മുസ്ലിമീങ്ങളൊക്കെ തല്ലിക്കൊല്ലുന്ന കാലം, മൃഗത്തിന്റെ പേരും പറഞ്ഞിട്ട് എല്ലാരും ഒന്നുമില്ല, കുറച്ച് ഭ്രാന്തന്മാർ ഇങ്ങനെ അടക്കാം. ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് എന്തോ വരാൻ പോകുന്നുണ്ട്, എന്തോ വലിയൊരു അദാബ് വരാൻ പോകുന്നു, അതിൻ്റെ അടയാളമായി കാണിച്ചു കൂട്ടുന്നത്. വരുമ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇറങ്ങുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് പാവങ്ങളെ സഹായിക്കുക, യതീമിങ്ങളെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക, നല്ല കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ നിനക്ക് ദുനിയാവിൽ 6 പ്രതിഫലം, മരണത്തിന് ശേഷം 3 പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവേ പടച്ചവനെ, എത്രയോ പാവപ്പെട്ടവരുണ്ട്, യതീമീങ്ങളുണ്ട്, വിവാഹപ്രായം കഴിഞ്ഞിട്ട് കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ, വീടിനകത്തിരുന്ന് കണ്ണിനീര് കുടിക്കുന്ന പാവപ്പെട്ട മക്കളുണ്ടല്ലോ. പടച്ചവനെ, നമ്മളെല്ലാവരും പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ ധരിച്ചിട്ട് നമ്മളൊക്കെ വല്ലാത്ത സന്തോഷവാ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പരിസരങ്ങളില് എത്രയോ പാവപ്പെട്ടവര് പട്ടിണി കിടക്കുന്നുണ്ട്, തിരിഞ്ഞു നോക്കാത്തവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പാവങ്ങളെ സഹായിച്ച അള്ളാഹു തരുന്ന പ്രതിഫലം, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹു നിന്റെ ആയുസ് നീട്ടി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പറയുകയാ. പടച്ച റബ്ബ് നിന്റെ ആയുസ് നീട്ടി തരും, ഒരു പാവപ്പെട്ടവനെ സഹായിച്ചാ കിട്ടുന്ന പ്രതിഫലവാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പാതിരാത്രി അള്ളാന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂട്ടുകാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നാളെ രാവിലെ കച്ചവടത്തിന് പോകുകയാ നബിയേ. ഇനി തിരിച്ചു വരൂല നബിയേ, ഇനി തിരിച്ചു വരൂല നബിയേ, ഇനി തിരിച്ചു വരുന്നത് മയ്യത്താ നബിയേ. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് യാത്രയാക്കടേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, റസൂലുള്ളാഹി സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് യാത്ര പറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട്, യാ റസൂലല്ലാഹ്, ഞാൻ കച്ചവടത്തിന് പോകുകയാ നബിയേ. പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ലോകത്തിന്റെ നേതാവ് കെട്ടിപ്പിടിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ കെട്ടിപ്പിടിക്കുകയാ. സാധാരണ അങ്ങനെ ചെയ്യാറില്ല, സാധാരണ റസൂലുള്ള അങ്ങനെ കെട്ടിപ്പിടിക്കാറില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതത്തോടെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നെന്തേ നബിയേ പ്രത്യേകത എന്ത്? അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. കാരണം ഇനി തിരിച്ചു വരില്ലല്ലോ, ഇനി തിരിച്ചു വരുന്നത് മയ്യത്താണല്ലോ, പറഞ്ഞത് ജിബ്രീലാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ യാത്രയാക്കുകയാ. പല സഹാബത്തും ചോദിച്ചു, എന്തേ നബിയേ ഇന്ന് കെട്ടിപ്പിടിച്ച് യാത്രയാക്കാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ അത് മനസ്സിലാകും സഹാബ.
എന്റെ പ്രിയമുള്ളവരെ, ദിവസങ്ങൾ കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദുൻ നബവിയുടെ മുന്നിലിരിക്കുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ജീവനോടെ തിരിച്ചു വരികയാ, ജീവനോടെ തിരിച്ചു വരികയാ. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം മയ്യത്ത് വരൂ എന്ന് ജിബ്രീൽ പറഞ്ഞതാ, പക്ഷേ ജീവനോടെ വന്നിരിക്കുന്നല്ലോ. അള്ളാന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീൽ എന്തേ സംഭവിച്ചത്, എന്തേ സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ വന്നവർ മുഴുവനും പടച്ചവരെ പോകുന്ന വഴിയില് അല്ലാഹുവേ ഭക്ഷണം തയ്യാറാക്കാൻ ഒരു വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് അല്പം സൗകര്യം തരുമോ? ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്താ, ഞങ്ങൾക്ക് ഭക്ഷണം വെക്കാൻ അല്പം സൗകര്യം ചെയ്തു തരുമോ? ഒരു പ്രായമുള്ള ഉമ്മയോട് ചോദിക്കുമ്പോ അല്ലാഹുവേ ഞങ്ങളെ സൗകര്യം തരാ. അവർ മുഴുവനും സഹാബത്ത് മുഴുവനും നിസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോ കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാ. അല്ലാഹുവേ, സഹാബത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവരോട് അവിടെന്ന് പറഞ്ഞു, ഇത്രയും ഭക്ഷണം തയ്യാറാക്കാൻ ഈ പ്രായമുള്ള ഉമ്മയെ കൊണ്ട് കഴിയില്ല. ഈ വീടിനകത്ത് വേറെ ആരോ ഉണ്ട്, ഈ വീടിനകത്ത് വേറെ ആരോ ഉണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിച്ചു, ഉമ്മ ഈ വീടിനകത്ത് നിങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് ആ പ്രിയപ്പെട്ട മാതാവ് കരന്നുകൊണ്ട് പറയുന്നു, തങ്ങള് യതീമായ 2 പെൺകുട്ടികളുണ്ട്, ഒരുപാട് പ്രായമായ യതീമായ 2 പെൺകുട്ടികൾ എന്റെ വീടിനകത്തുണ്ട്. അല്ലാഹുവേ, വിവാഹപ്രായം കഴിഞ്ഞിരിക്കുകയാ, അവരാരും വിവാഹം കഴിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹു ഞങ്ങൾക്കൊരു ജീവിതം തരുമെന്ന് കരുതിയിട്ട് എന്റെ മക്കളാണ് ഭക്ഷണം വെച്ച് തന്നതെന്ന് പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. അതാ തന്റെ കൂടെ വന്നവരെ വിളിച്ചിട്ട് പറയുന്നു, ആരെങ്കിലും ഈ പെൺമക്കൾക്ക് ഒരു ജീവിതം കൊടുക്കുവോ? ഈ 2 പെൺകുട്ടികൾ ആരെങ്കിലും വിവാഹം കഴിക്കുവോ? നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാ. അല്ലാഹുവേ, അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന സമയത്താണ് യതീമായ 2 പെൺകുട്ടികളുടെ വിവാഹം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നടത്തി കൊടുക്കുന്നത്. ആ സമയത്ത് അല്ലാഹു വിളിച്ചിട്ട് പറയുന്നു, അസ്റായീലേ, റൂഹ് പിടിക്കല്ലേ, റൂഹ് പിടിക്കല്ലേ. ആ സഹാബിക്ക് ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, പാവപ്പെട്ടവരെ സഹായിച്ചാൽ, യതീമീങ്ങളെ സഹായിച്ചാൽ, ഒരു നേരത്തെ മരുന്നിന് വകയില്ലാത്തവന് മരുന്ന് വാങ്ങിക്കൊടുത്ത പടച്ചുറപ്പ് നിനക്ക് തരുന്ന 1ാമത്തെ പ്രതിഫലം എന്ത്? അല്ലാഹു നിന്റെ ആയുസ് നീട്ടിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? 2ാമത്തെ പ്രതിഫലം എന്ത്? അല്ലാഹു ദുർമരണങ്ങളെ തൊട്ട്, അല്ലാഹു ദുർമരണങ്ങളെ തൊട്ട് നിന്നെ കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആത്മഹത്യ കൂടുന്ന കാലമല്ലേ, ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്ന കാലമല്ലേ എന്റെ പ്രിയമുള്ളവരെ. അങ്ങനെ ഒരു മരണത്തെ തൊട്ട് നിന്നെ പടച്ചവനെ സംരക്ഷിക്കുകയാ. 3ാമത്തെ പ്രതിഫലമുണ്ട്, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നീ രക്ഷപ്പെടുകയാണ്, പടച്ചവന്റെ കോപത്തിൽ നിന്നുള്ള രക്ഷയാണ്. 4ാമത്തെ പ്രതിഫലമുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് ഉസ്താദ് കണ്ണുനീര് കുടിക്കുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ. എന്റെ ഭാര്യയുടെ പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ കുത്തുവാക്കും പരിഹാസവും കളിയാക്കലുമല്ലാതെ പടച്ചവനെ പെട്ടുപോയല്ലോ, മക്കളായി പോയല്ലോ. മക്കളെ ഓർത്തിട്ട് മെഴുകുതിരി എരിഞ്ഞു തീർക്കുന്നത് പോലെ സ്വന്തം ജീവിതം എരിച്ചു തീർക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവേ
ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ പെണ്ണുങ്ങളുണ്ടല്ലോ, കണ്ണുനീര് കുടിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഭർത്താവിനെ നന്നാക്കണമെന്ന് ദുആ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. അള്ളാന്റെ റസൂല് പറയുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഇണയെ അള്ളാഹു നന്നാക്കി തരും. നിന്റെ ഭാര്യ സാലിഹത്താകും, നിന്റെ ഭർത്താവ് സാലിഹാകും.